കുറേ നാളായിട്ടൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ക്ലോസ് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്നിട്ട്. പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഓരോരോ തിരക്കുകളൊക്കെ വന്നിട്ട് ഇപ്പോഴാണ് ചാൻസ് വന്നത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 1 ഡേ ട്രിപ്പ് പാലക്കാട്ടേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞങ്ങളുടെയൊക്കെ സമയകൃത്യത കാരണം ഒരു 11 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രിപ്പിൽ ആരൊക്കെയുള്ളതെന്നൊന്ന് പരിചയപ്പെടാം. ഇത് എൻ്റെ ഫ്രണ്ട് നിതിനാണ്. നിതിൻ എൻജിനീയറാണ്. അതുപോലെ ഇത് എൻ്റെ ഫ്രണ്ട് അഖിലാണ്. അഖിൽ തൃശ്ശൂർ വർക്ക് ചെയ്യാണ്. അഖിലാണ് വണ്ടി ഓടിക്കണത്. ഇത് എൻ്റെ ഫ്രണ്ട് വിജയാണ്, എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു കോളേജിൽ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിനീതയാണ്. വിനീത ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ ബെസ്റ്റിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. അങ്ങനെ നമ്മൾ കുതിരാനിലെത്തിയിരിക്കുകയാണ്. കുതിരാൻ തുരങ്കം. ഇത് പണ്ട് ഈ ഒരു തുരങ്കം ഒരു വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഇത് ഓപ്പൺ ആയ സമയത്ത് നടന്നില്ല. ഇതിപ്പോഴാണ് നടന്നത്. കുതിരാൻ തുരങ്കം ഒരു സംഭവമാണ്. പക്ഷേ ഈ തുരങ്കം ഉള്ളതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഈ വഴിക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ പെടാണ്ട് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടടുപ്പിച്ച് കൊല്ലങ്കോട് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. പോകുന്ന വഴി നിറയെ പച്ചപ്പാണ്, പാടങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ ചെയ്തത് അവിടെ ഒരു ശക്തി ചായ കോഫി, ഈ ഒരു ചായക്കടയിൽ നിന്ന് ഒരു പരിപ്പുവട കഴിച്ചിരുന്നു. പറയാതെ തരയില്ല, നല്ല സ്വാദായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കൊല്ലങ്കോട് പാടവും മലയും ഒക്കെ നിരനിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. അതിൻ്റെ ബ്യൂട്ടി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. പാടത്തിൻ്റെ നടുക്കൂടുള്ള വരമ്പുകളും കുറച്ച് അകലെയായിട്ട് ഇങ്ങനെ പർവ്വതനിരകളിങ്ങനെ നിരന്ന് നിൽക്കുന്നതും അതിൻ്റെ ഇടയിലൂടെ നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതും ഒക്കെ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്, അത്രയും മനോഹരമാണ്. നമ്മൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കൊല്ലങ്കോടിൻ്റെ ഭംഗി. ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് മലയാളികളെ സംബന്ധിച്ച്. കാരണം കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് ഈ കൊല്ലങ്കോട്. ഇവിടെ ഡയറക്റ്റ് വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊന്നും അതിശയോക്തി അല്ല എന്നുള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ സീതാർകുണ്ട് വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതൊരു ചെറിയ ട്രെക്കിംഗ് പാത്ത് പോലെയായിരുന്നു. ആ മുകളിൽ കാണുന്നതും ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ അവിടേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ താഴേക്ക് കുറച്ച് ഒരു പരന്ന് കിടക്കുന്ന രീതിയിലത്തെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അതാണ് സീതാർകുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലങ്കോടുള്ള സീതാർകുണ്ട് വാട്ടർഫാൾസാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതിരപ്പള്ളിക്ക് മുകളിൽ വാഴച്ചാൽ എന്നൊരു സ്ഥലമുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ശരിക്കൊരു പരന്ന വാട്ടർഫാൾസ്. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീപ്പായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട്.